നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആവശ്യമുള്ള ന്യൂട്രിയൻസ് എടുത്തതിനു ശേഷം ബാക്കിയുള്ളവ പുറത്തേക്ക് പുറന്തള്ളാനുള്ള ഒരു നാച്ചുറൽ ഇന്റലിജൻസ് നമ്മുടെ ശരീരത്തിനുണ്ട് അല്ലേ? അങ്ങനെ പ്രോപ്പർലി സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ വി ഫീൽ കോൺസ്റ്റിപ്പേറ്റഡ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇമോഷണലി ഓൾസോ വി അക്യുമുലേറ്റ് സോ മെനി എക്സ്പീരിയൻസസ്. നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെ, ആ എക്സ്പീരിയൻസുകളെ പ്രോപ്പർലി റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അത് ബോട്ടിലപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ആ അൺപ്രോസസ്ഡ് ഇമോഷൻസ് നമ്മളെ ഓവർവെൽം ചെയ്യുകയും അത് നമ്മളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതിനെയാണ് ഇമോഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തലവേദന, ഇടയ്ക്കിടെ തലവേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇമോഷണൽ നംനെസ് അനുഭവപ്പെടാം. അതായത് ഒരിക്കൽ നമുക്ക് ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമോഷൻസും തോന്നാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മോണോ ഇമോഷണൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏത് കാര്യത്തിനോടും ഒരേ ഇമോഷൻസ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ട്രാഫിക്കിൽ പെട്ടിരിക്കുമ്പോഴും, ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമ്പോഴും, ടി വി കാണുമ്പോഴും, ജോലി സ്ഥലത്തും ഒക്കെ നമ്മൾ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുക എന്നുള്ളത്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, ഉത്കണ്ഠ, വിഷാദത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം. സോഷ്യൽ ഐസൊലേഷൻ, ലാക്ക് ഓഫ് എംപതി, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇമോഷണൽ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ടിപ്സ് ടു റെഡ്യൂസ് ഇമോഷണൽ കോൺസ്റ്റിപ്പേഷൻ. ടിപ്പ് നമ്പർ 1, ആ ഓരോ ദിവസങ്ങളിലും നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത ടോക്സിക് ഇമോഷൻസ് എന്തൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം പറയാൻ പറ്റാത്തതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം ഒരു റൂമിൽ കയറി കതവടച്ച് ഒരു പില്ലോ എടുത്ത് ആ വ്യക്തിയുടെ പേര് ആ പില്ലോയിൽ എഴുതി വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് അലോ യുവർ സെൽഫ് ടു സ്പീക്ക് ഔട്ട്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ അവിടെ പറയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഫ്റ്റർ ദാറ്റ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക ആ നെഗറ്റീവ് ഇമോഷനെ ഏത് പോസിറ്റീവ് ഇമോഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യണം എന്ന്. ടിപ്പ് നമ്പർ 2, ഒരു സ്ഥലത്തിരുന്ന് നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഓർക്കുക. അതിനോടൊപ്പം ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ടൈറ്റൻ യുവർ ഫിസ്റ്റ്, യുവർ ലെഗ്സ് ആൻഡ് യുവർ ബോഡി മസിൽസ്. ടൈറ്റൻ ഇറ്റ് വെരി സ്ട്രോങ്. അതിനുശേഷം നിങ്ങൾ breathe out and release your emotions and release your body muscles. പിന്നെയും ടൈറ്റൻ ചെയ്യുക. breathe in and tighten, then breathe out and release. breathe in and tighten and breathe out and release. ഇത് പല പ്രാവശ്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇമോഷണൽ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 3, ബ്ലാക്ക് ബലൂൺസ്. ഒരിടത്ത് കണ്ണുകൾ അടച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന ശേഷം നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ നിങ്ങൾ ഒരു ബലൂണിലേക്ക്, ബ്ലാക്ക് ബലൂണിലേക്ക് നിറയ്ക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ നന്നായി ഊതുകയും വേണം. യു ഹാവ് ടു ബ്ലോ ഹാർഡ്. അത് ഊതി 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 ആ ബലൂൺ നിറച്ച് ആ ഇമോഷൻസ് മൊത്തം ആ ബലൂണിലാക്കിയതിനു ശേഷം റിലീസ് ഇറ്റ് ഇൻ ടു ദി യൂണിവേഴ്സ്. ഇത് നിങ്ങൾക്കും ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാം. ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ്. ടിപ്പ് നമ്പർ 4, ജേർണലിംഗ്. ഒരു ബുക്കിലേക്കോ പേപ്പറിലേക്കോ നിങ്ങൾ ആ ദിവസം കടന്നുപോയ നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റിയിട്ട് എഴുതുക. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ അതിനെ ടൈപ്പ് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നിങ്ങളത് സേവ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കത് ഡിസ്ട്രോയ് ചെയ്ത് കളയാം. ജേർണലിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴൊക്കെ അതിൻ്റെ കമൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ജേർണലിങ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ കടന്നു പോകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റി എഴുതുക എന്നുള്ളതാണ്. അതുവഴി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ജേർണലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഞാനൊരു സീരീസ് ഓഫ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ജേർണലിങ്ങിനെ പറ്റിയിട്ട്. ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കണക്കെ അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. മൺഡേ ജേർണൽ, ട്യൂസ്ഡേ ജേർണൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ മുന്നേ ഒരു സീരീസ് ഓഫ് ജേർണലിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ഉള്ളവർക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. അതൊരു എക്സാമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 5, ടോക്ക് ടു എ നോൺ ജഡ്ജ്മെന്റൽ പേഴ്സൺ. അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റോ ഇല്ലാണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഫാമിലി മെമ്പറോ സുഹൃത്തോ ആരുമാവാം, അങ്ങനെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ ഒരു ഡോക്ടറിൻ്റെയോ സഹായം തേടാവുന്നതാണ്.